നീണ്ടകരയിൽ പിന്നെ ഗൗതത്തിന്റെ തിരിച്ചുവരവ് ഏറെക്കുറെ അസ്തമിച്ച മട്ടിലാണ് ആ കുടുംബം ഇരിക്കുന്നത്. ആ കുടുംബം അവർക്ക് കഴിയാവുന്ന തരത്തിലൊക്കെ പ്രതികരിച്ചു. കേൾക്കേണ്ട കാതുകൾ പലതും കേൾക്കാതെ പോയി. ഇപ്പോഴും ആ കുടുംബത്തിന് നിരാശയുണ്ട്. പക്ഷേ എങ്കിലും നേവിയുടെ തെരച്ചിൽ നടക്കുന്നു. കുടുംബം ആവശ്യപ്പെട്ടതനുസരിച്ച് വളരെ വൈകിയാണ് നേവിയും സ്കൂബ സംഘവും ഒക്കെ തെരച്ചിൽ നടത്താനായിട്ട് എത്തിയത്. മീൻസ് നേവിയെ അങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന ജില്ലാ ഭരണകൂടങ്ങൾ കാര്യമായി ശ്രമിച്ചില്ല എന്നുള്ളതായിരുന്നു ആ കുടുംബത്തിന്റെ പരാതി. നമ്മുടെ പ്രതിനിധി വി ജയശങ്കർ ഗൗതമിനെ നഷ്ടപ്പെട്ട നീണ്ടകരയിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയശങ്കർ, ഗുഡ് മോർണിംഗ് ജയശങ്കർ. കുടുംബത്തിന്റെ ഒരു അവസ്ഥ എന്താണ് ഇപ്പോൾ? തെരച്ചിലിന്റെ ഒരു രീതി എങ്ങനെയാണ്? ഇന്ന് നേവി എത്തും എന്ന് കേട്ടു. വീണ്ടും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. പക്ഷേ കാര്യങ്ങൾ അത്ര ഗുഡ് അല്ല. കാരണം 11ാം ദിവസമായിട്ടും ഗൗതമിന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുമ്പോഴും ഒരു ഫലവും ഉണ്ടാവുന്നില്ല, റിസൾട്ട് ഉണ്ടാവുന്നില്ല. അമ്മയുടെ വാക്കുകൾ കടമെടുത്താൽ ഒരു റിസൾട്ടും ഉണ്ടാകാത്ത അവസ്ഥയാണ്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ, ക്യാമറ പാൻ ചെയ്താൽ ആ ദൃശ്യങ്ങൾ കാണാം. INS കൽപ്പേനി ആ കടലിൽ ഓളമിട്ടിട്ടുണ്ട്. അത് കുറച്ചു ദൂരെ കാഴ്ചയിൽ കാണാവുന്ന ഇടത്ത് തന്നെ INS കൽപ്പേനി ഉണ്ട്. ഈ സൂര്യപ്രകാശം കടലിലേക്ക് എത്തുന്നതിന് മുറയ്ക്ക് INS കൽപ്പേനിയിലുള്ള ഡൈവർമാർ ഈ കടലിലേക്ക് ഇറങ്ങി നീന്തൽ വിദഗ്ധർ കടലിൽ പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ തിരുവനന്തപുരത്ത് നിന്ന് INS കൽപ്പേനി കൊല്ലത്തേക്ക് തിരിക്കുകയും കൊല്ലത്ത് ഈ കപ്പൽ ഓളമിടുകയും ചെയ്തു. ഇന്നെന്തായാലും രാവിലെ തന്നെ INS കൽപ്പേനി ഇറങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റും ഒപ്പം തന്നെ മറൈൻ പോലീസ്, കോസ്റ്റൽ പോലീസൊക്കെ തന്നെ ഇതിനോടകം തന്നെ തിരച്ചിലിന് വേണ്ടി കടലിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ തിരച്ചിൽ വ്യാപിക്കുമ്പോഴും ഇതുവരെ ഈ ഗൗതമിനെ കുറിച്ച് ഒരു വിവരവുമില്ല. എവിടെ ഗൗതം എന്നൊരു ചോദ്യമാണ് ആ കുടുംബം ഉന്നയിക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത് ഒന്നെങ്കിൽ ഈ ഗൗതം ഈ തിരയിൽ ഒളിച്ചു പോയിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ പാറക്കെട്ടുകൾ കുടിലിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അതാണ് ഈ മൃതദേഹം ഉൾപ്പെടെ ഇത്രയും 11 ദിവസമായിട്ടും ലഭിക്കാത്തൊരു സാഹചര്യം. ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത് മകനെ അവസാനമായി കാണാൻ ആ മൃതദേഹമെങ്കിലും ലഭിക്കണം എന്നൊരു ആവശ്യമാണ് ആ അമ്മ എന്തായാലും ഉന്നയിക്കുന്നത്. ഇന്ന് കൊല്ലത്തെ ഈ നീണ്ടകരയിലെ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ കടൽ പ്രക്ഷുബ്ധമല്ല, തെളിഞ്ഞ കാലാവസ്ഥയാണ്. കടൽ കലങ്ങി മറിഞ്ഞൊരവസ്ഥയിലല്ല ഉള്ളത്. അപ്പൊ ഇന്നത്തെ തെരച്ചിലെങ്കിലും എന്തെങ്കിലും ഫലം ഉണ്ടാകും. ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. തെളിഞ്ഞ കടലാണ്. എന്തെങ്കിലും ഇന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഗൗതമിനെ തിരിച്ചു കിട്ടാനുള്ളൊരു സാധ്യത അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ തെരച്ചിൽ വളരെ വളരെ നിർണായകമാണ്. അങ്ങനെ തന്നെയാണ് ഡോക്ടർ. കാരണം ഇന്നലത്തേക്കാൾ ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഒപ്പം തന്നെ മഴ ഉൾപ്പെടെ ഇല്ല. ഇന്ന് മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട് ഡോക്ടർ. ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ ജില്ലയിലുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇന്ന് ആദ്യ പരിപാടി കരുനാഗപ്പള്ളിയിലാണ്. ഈ ഗൗതം കൃഷ്ണയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്, മുഖ്യമന്ത്രിയുടെ ടൂർ പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ ഗൗതം കൃഷ്ണയുടെ വീടുള്ളത്. അതായത് ദേശീയപാതയിൽ നിന്ന് ഏകദേശം 100-150 മീറ്റർ അടി മാത്രമാണ്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ആ പോക്കിൽ മുഖ്യമന്ത്രി കാർ ചവിട്ടുമോ, ആ വീട്ടിൽ സന്ദർശനം നടത്തുമോ പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി പക്ഷേ ആ വീട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും വേണം ആ അമ്മയുടെ വീട്ടിലേക്ക് എത്തണം, അവരെ ആശ്വസിപ്പിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയാണ് നീണ്ടകരയിലുള്ളത്. ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യയാണ് നമ്മുടെ മുതലപ്പുഴയിലുള്ളത്. അച്ഛനെ നഷ്ടപ്പെട്ട 2 മക്കളാണ് വിഴിഞ്ഞത്തുള്ളത്. എന്തായാലും ഇവരുടെ ദുരിതം അവസാനിക്കുന്നില്ല. ഈ ഓണക്കാലത്ത് ബാക്കി എല്ലാവരും സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നിമിഷങ്ങളിലേക്ക് പോകുമ്പോൾ തങ്ങളുടെ ഉറ്റവരെ കടലിൽ നഷ്ടപ്പെട്ട തീരാ ദുഃഖത്തിലായിരിക്കും ഈ 3 കുടുംബങ്ങളും 3 സമൂഹങ്ങളും. വിഴിഞ്ഞത്ത്, മുതലപ്പുഴയിൽ, നീണ്ടകരയിൽ.